ഹലോ ഫ്രണ്ട്സ്, എല്ലാ KTET ആസ്പിറൻസിനും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KTET എക്സാം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ല, ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാമാണ്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ ക്വാളിഫൈ ചെയ്യാവുന്ന ഒരു റിസ്ക് മാത്രമേ ഈ എക്സാമിനുള്ളൂ. സോ ലെറ്റ്സ് ബിഗിൻ. 2021 സെപ്റ്റംബറിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. Question 71. Thy need is greater than mine. Said. Here options are Sir Thomas Becket, Sir Walter Raleigh, Sir Philip Sidney, Sir Henry Wotton. Here the right option is Sir Philip Sidney. സർ ഫിലിപ്പ് സിഡ്നി എന്ന് പറയുന്നത് ഒരു എലിസബത്തൻ പോയറ്റ് ആണ്. അദ്ദേഹത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സർ ഫിലിപ്പ് സിഡ്നി ഇസ് ദ ഗ്രേറ്റസ്റ്റ് എലിസബത്തൻ സോണറ്റിയർ ആഫ്റ്റർ ഷേക്സ്പിയർ. Sir Philip Sidney is the greatest Elizabethan sonneteer after Shakespeare. He is famous for a sequence of 108 love sonnets. He is famous for a sequence of 108 love sonnets. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ചില വർക്ക്സ് ആണ് ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല, ദ ഡിഫൻസ് ഓഫ് പോയസി ഓർ എപ്പോളജി ഫോർ പോയട്രി ആൻഡ് ദി കൗണ്ടസ് ഓഫ് പെംബ്രോക്സ് ആർക്കേഡിയ. ദൈ നെസസിറ്റി ഈസ് യെറ്റ് ഗ്രേറ്റർ ദാൻ മൈൻ എന്ന് സർ ഫിലിപ്പ് സിഡ്നിയാണ് പറഞ്ഞിട്ടുള്ളത്. Next question. A Room of One's Own is a work by. Here the right option is option C, Virginia Woolf. A Room of One's Own എന്ന് പറയുന്നത് വിർജീനിയ വോൾഫിൻ്റെ എസ്സേ ആണ്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1929. വിർജീനിയ വോൾഫിൻ്റെ നോവൽസ് ആണ് ദി വോയേജ് ഔട്ട്, മിസ്സിസ് ഡാലോവേ, ടു ദി ലൈറ്റ് ഹൗസ്, ഓർലാൻഡോ എ ബയോഗ്രഫി, ദ വേവ്സ് എറ്റ്സെട്ര. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ വരുന്നത് എലൈൻ ഷോവാൾട്ടർ ആണ്. Elaine Showalter is related to American gynocriticism. She was born on January 21, 1941. Her famous works include A Literature of Their Own, which was published in the year 1977. Towards a Feminist Poetics is another important work of Elaine Showalter. In Towards a Feminist Poetics, she divides the history of women literature into 3 phases. So, women literature-നെ 3 phases ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എലൈൻ ഷോവാൾട്ടറിൻ്റെ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്ന വർക്കിലാണ്. The 3 phases are feminine from 1840 to 1880, feminist from 1880 to 1920, and female from 1920 onwards. Her other important works include The Female Malady, Women Madness and English Culture, Sexual Anarchy, Feminist Criticism in the Wilderness, and Inventing Herself. Now the next question. Bassanio and Portia are characters in. Bassanio and Portia are characters in The Merchant of Venice. Shylock, Antonio ഒക്കെ ഇതിലെ മറ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണ്. ഈ പ്ലേയിലാണ് പോർഷ്യ ബൽദാസർ എന്ന പേരിലുള്ള ഒരു ലോയറായിട്ട് ഡിസ്ഗൈസ് ചെയ്തിട്ടും നെറീസ അവരുടെ അസിസ്റ്റൻ്റ് ആയിട്ടുമെല്ലാം വന്ന് കോർട്ട് സീനിൽ നമ്മുടെ ഷൈലോക്കിൽ നിന്നും അന്റോണിയോയെ രക്ഷിക്കുന്നത്. ഇനി ബാക്കി ഓപ്ഷൻസിലെ ക്യാരക്ടേഴ്സിനെ നോക്കാം. 12th നൈറ്റിലെ ക്യാരക്ടേഴ്സ് മാൽവോളിയോ, വയോള, ഡ്യൂക്ക് ഓർസിനോ, ഒലീവിയ, ഫെസ്റ്റെ ഇവരൊക്കെയാണ്. ഇനി ആസ് യു ലൈക്ക് ഇറ്റിൽ വരുന്നത് റോസലിൻഡ്. She is the heroine and protagonist of the play. Then Jacques, Duke Senior, Orlando and Celia. Much Ado About Nothing'ൽ വരുന്നത് ബീട്രൈസ്, ലിയോനേറ്റ, ഡോൺ ജോൺ, ഡോഗ്ബറി and Benedict. Question 74. The idea of kernel sentences was posited by. Here the right option is option A, Harris. ഈ കേർണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ കൺസ്ട്രക്ഷൻ വിത്ത് ഓൺലി വൺ വേർബ്. ഇറ്റ്സ് ഓൾസോ ആക്റ്റീവ് ആൻഡ് ഡിക്ലറേറ്റീവ്. ഇത് ഒരു സെൻറ്റൻസിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സബ്ജക്റ്റ്, വേർബ് ആൻഡ് ഒബ്ജക്റ്റ് മാത്രമുള്ള ആക്റ്റീവ് സെൻറ്റൻസിൻ്റെ ഓർഡറിലായിട്ടാണ് അത് ഉണ്ടായിരിക്കുക. ഓൺലി വൺ വേർബാണ് അതിൽ ഉണ്ടായിരിക്കുക. അതുപോലെ മറ്റ് പാർട്സൊന്നും ഉണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് എ പെൻ. It is a red pen cannot be considered because there is an adjective red. That is not needed. It is a pen. The pen is red. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇറ്റ് ഇസ് എ റെഡ് പെൻ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലെ കേർണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പെൻ, ദിസ് പെൻ ഇസ് റെഡ് എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഏറ്റവും സിമ്പിൾ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള സെൻറ്റൻസിനാണ് കേർണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഐഡിയ വാസ് പ്രപ്പോസ്ഡ് ബൈ ഹാരിസ് in 1957. Next question. The author of Dream Children, a Reverie. Dream Children, a Reverie is an essay taken from Essays of Elia by Charles Lamb.
ചാൾസ് ലാമ്പിൻ്റെ സ്യൂഡോനെയിം ആയിരുന്നു ഏലിയ എന്നുള്ളത്. സോ എസ്സേസ് ഓഫ് ഏലിയ എന്ന ടൈറ്റിലുള്ള എസ്സേകളിൽ വരുന്ന ഒന്നാണ് ഡ്രീം ചിൽഡ്രൻ റെവറി. അതുപോലെ ഹീസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് വർക്ക്സ് ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ, ദി അഡ്വെഞ്ചേഴ്സ് ഓഫ് യുലൈസസ് എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഇസ് എ ടേം കോയിൻഡ് ബൈ. ഓപ്ഷൻസ് നോക്കൂ. ഇവിടെ ഒരുപാട് ജെയിംസ് ഉണ്ട്. ജെയിംസ് ജോയ്സ്, വില്യം ജെയിംസ്, ഹെൻറി ജെയിംസ്, ഡൊറോത്തി റിച്ചാർഡ്സൺ. സോ ഇവിടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വില്യം ജെയിംസ് ആണ്. വില്യം ജെയിംസ് അദ്ദേഹത്തിൻ്റെ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1890 ഈ വേർഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഇസ് എ ടേം കോയിൻഡ് ബൈ വില്യം ജെയിംസ് എന്ന് പറയുന്നത്. നൗ question 77, poetry makes nothing happen, lamented. Poetry makes nothing happen is taken from In Memory of W.B. Yeats, published in the year 1939, which is a work by W.H. Auden. So here the right option is W.H. Auden. Poetry makes nothing happen is taken from In Memory of W.B. Yeats by W.H. Auden. Next one, to which mode of criticism do Moers and Elaine Showalter belong? So Elaine Showalter നേരത്തെ വിർജീനിയ വോൾഫിനെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു ഷീ ബിലോങ്സ് ടു അമേരിക്കൻ ഗൈനോ ക്രിറ്റിസിസം. സോ ഹിയർ ദി റൈറ്റ് ഓപ്ഷൻ ഇസ് Moers and Elaine Showalter belong to അമേരിക്കൻ ഗൈനോ ക്രിറ്റിസിസം. അതുപോലെ ഇവിടെ കാണുന്ന മറ്റൊരു ടേമാണ് ന്യൂ ക്രിറ്റിസിസം. ഈ ന്യൂ ക്രിറ്റിസിസവുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ന്യൂ ക്രിറ്റിസിസം ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം John Crow Ransom's book The New Criticism. It was published in the year 1941 by John Crow Ransom. The book was titled The New Criticism, and this influenced the term to be coined as New Criticism. Now the next question, the growth of a poet's mind is the alternate title of a major work by. The growth of a poet's mind എന്ന് പറയുന്നത് ദ പ്രില്യൂഡ് എന്ന വർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ടൈറ്റിലാണ്. സോ ഇറ്റ് ഈസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. Here the right option is William Wordsworth. The Prelude is an autobiographical poem in blank verse published in the year 1850, and the alternate title of the Prelude is The Growth of a Poet's Mind, and it's written by Wordsworth. ഇതിലെ famous lines ആണ്, bliss it was in that dawn to be alive, but to be young was very heaven. Bliss it was in that dawn to be alive, but to be young was very heaven. It's taken from Prelude or The Growth of a Poet's Mind by William Wordsworth. Now the next question, which of the following words is wrongly spelled? ഇവിടെ ambiguous, deluge, medieval, anomaly എന്നീ വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഈ medieval എന്ന് എഴുതുമ്പോൾ MI അല്ല ME ആണ് വരേണ്ടത്. So that is the wrongly spelled word. So thank you for watching and keep learning.